ഒരാളെ ഒരു സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ ഒഴിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ പറഞ്ഞിട്ടും ഒഴിയണില്ല അത്ര. സ്വയം ഒഴിഞ്ഞു പോവാൻ വേണ്ടി പറഞ്ഞു എന്നാണ് അറിയണത്. പക്ഷെ മൂപ്പര് അതിനൊന്നും കൂട്ടാക്കണില്ല അത്ര. പക്ഷെ ഈ തല്ലും പിടിയും കണ്ടിട്ട് സഹികെട്ട് ഒരു യുവാവ് പുറത്ത് ചാടി. യുവാക്കൾ കാണിക്കുന്ന, ചെറുപ്പക്കാർ കാണിക്കുന്ന ആ പക്വതയും പാകതയും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ദയവ് ചെയ്ത് കാണിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സുധാകരേട്ടാ, നമ്മളെ യൂത്ത് കോൺഗ്രസിന്റെ കുട്ടിയൊക്കെ എന്തോ പറയാണ്ട് ഇത്ര. ഒന്നും പറയാനില്ല മക്കളെ, പോയി കടും ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങി. തൽക്കാലം കടുംചായ കുടിച്ച് ഉറങ്ങാനാണ് പറയണത്. വലിയ വലിയ കാര്യങ്ങളൊക്കെ ഓര് നോക്കൂന്ന്. ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് എന്തിനാ ഇത്ര അനിശ്ചിതത്വം? അനിശ്ചിതത്വം ഉണ്ടോ നേതാക്കളെ? യൂത്ത് കോൺഗ്രസ്സുകാർ ഇതാ ചോദിക്കണു. കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ. രാഹുൽ കേട്ടില്ലേ, ഇവരാരും നിങ്ങൾ മനസ്സിലാക്കിയ നേതാക്കളല്ലാന്ന്. പാർട്ടിക്ക് അകത്ത് പറയേണ്ടുന്ന പല അഭിപ്രായങ്ങളും പുറത്തു പറഞ്ഞ് പാർട്ടിയെ തിരുത്തിച്ച് അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയ ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ മുൻനിര നേതൃത്വം മുഴുവൻ. അതായത് കരയണ കുട്ടിക്കേ പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒച്ചുണ്ടാക്കി കാര്യം നേടിയവരാണ് പലരൂന്ന്. അല്ല, ഇപ്പത്തെ നേതാക്കളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നണേ? ഞങ്ങൾ അസ്വസ്ഥരാണ്. ഞങ്ങളോ? അതെ, പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. അതായത് യൂത്ത് കോൺഗ്രസ്സുകാർ മിണ്ടാണ്ടിരിക്കണത് പാർട്ടിയിൽ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലാന്ന്. പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ മിണ്ടാതിരിക്കുന്നത് ഞങ്ങൾ കൂടി മിണ്ടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടാനുള്ള ആരോഗ്യം പാർട്ടിക്കില്ല എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ്. ആ ബോധ്യം നല്ലതാണ്. അല്ലെങ്കിലേ അവിടെ പ്രശ്നങ്ങളാണ്. നിങ്ങളും കൂടെ തുടങ്ങിയാൽ സ്ഥിതി വലിയ കഷ്ടത്തിലാവും. അതിനകത്ത് നേതാക്കന്മാർ കൃത്യമായി ജാഗ്രത ഉണ്ടാകണം. വലിയ നേതാക്കളെ ഉത്തരവാദിത്തത്തോടെ പെരുമാറാനാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പറയണത്. ഞങ്ങളുടെ പ്രസിഡന്റ് മാറ്റുകയോ മാറ്റാതിരിക്കുകയോ നിലനിർത്തുകയോ ഇതൊക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വങ്ങൾ ഞങ്ങൾക്ക് എത്താം. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഏത് വ്യവസ്ഥയൊക്കെയാണ് ഇപ്പം നമുക്ക് മാറ്റേണ്ടത്? പാർട്ടിയുടെ ഹൈക്കമാൻഡിന് കൃത്യമായി ബോധ്യമുള്ള പുനഃസംഘടനാ വിഷയത്തിനകത്ത് എല്ലാ ദിവസവും ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുന്നത് അത്ര ആരോഗ്യകരമല്ല. ഇങ്ങനെ പോയാലേ പാർട്ടിക്ക് വലിയ ക്ഷീണാവൂന്ന്. കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ. അതാണ്. ഇങ്ങനെ എത്ര ആളെ ഒഴിവാക്കുകയും മാറ്റിയൊക്കെ ചെയ്ത പാർട്ടിയാണ്. അതൊക്കെ ഇപ്പോൾ ഇവർക്ക് അറിയോ? വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അംഗനവാടിയിലെ ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പല്ല ഇത്. സാധാരണ പ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്ന, സാധാരണ പ്രവർത്തകന് അധികാര സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിയുന്ന പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പാണ്. അതിനേക്കാളും വലുതാണ് നേതാക്കളുടെ സ്ഥാനമാനങ്ങൾ. അത് ഓർക്കല്ലേ അറിയുള്ളൂ. കേരളത്തിലെ ചെറുപ്പക്കാർ കാണിക്കുന്ന അച്ചടക്കം തലയെടുപ്പുള്ള മുതിർന്ന നേതാക്കന്മാർ കൂടി കാണിക്കുവാൻ അവരോട് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞ മര്യാദ നേതാക്കൾ അംഗീകരിക്കോ അതോ യൂത്ത് കോൺഗ്രസ്സുകാരെ നേതാക്കൾ മര്യാദ പഠിപ്പിക്കോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.